ഒറിജിനൽ കേരള സ്റ്റോറി മുട്ടായിത്തെരുവിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ക്യാമറയും പൊക്കി പിടിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ശരിക്കും നിങ്ങളൊന്ന് പറ, കണ്ണ് തുറന്ന് നോക്കിയിട്ട് പറ, നിങ്ങളെന്താ ഈ സ്ട്രീറ്റിൽ കാണുന്നത്? സർവ്വം നിരാശ ബാധിച്ച് മനുഷ്യരിങ്ങനെ യുദ്ധത്തിലും അപരവിദ്വേഷത്തിലും ഒക്കെ കുടുങ്ങിക്കിടക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രഖ്യാപനങ്ങളും ഇല്ലാതെ, ഒരു കൊടിയും പൊക്കി പിടിക്കാതെ വെറും മനുഷ്യരായ ഒരു ടേബിളിന് ചുറ്റും നിറഞ്ഞ ചിരിയോടെ ഭക്ഷണം കഴിക്കുന്നത് എന്തൊരു കാഴ്ചയാണല്ലേ. വെറുപ്പിൽ മാത്രം ജീവിക്കുന്ന മനുഷ്യർക്ക് ചിലപ്പോൾ ഇത് ചന്ദ്രനിൽ എവിടെയെങ്കിലും നടക്കുന്ന പരിപാടിയായിട്ടൊക്കെ തോന്നും. അല്ല, ഇത് റമദാനിൽ കോഴിക്കോട് മുട്ടായിത്തെരുവിൽ മനുഷ്യരെല്ലാവരും കൂടി നോമ്പ് തുറക്കുന്നതിൻ്റെ വെറും ചിത്രങ്ങളാണ്. കണ്ണില്ലാത്തവർക്ക് ഇത് കേൾക്കില്ല, കാതില്ലാത്തവർ ഇതിനെക്കുറിച്ച് പറയില്ല, വാ തുറക്കാത്തവർ ഇതൊരിക്കലും കാണില്ല. ഹിന്ദുവാരും ശരി, ക്രിസ്തുവാരും ശരി, മുസ്ലിംമാരും അങ്ങനെ ഒരു വേർതിരിവില്ലാത്ത ഒരു നല്ല കാലത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ പാടില്ല. ഇതാണ് യഥാർത്ഥ സ്റ്റോറി, കേരള സ്റ്റോറി. മതിലുകളില്ലാതെ മനുഷ്യർ ഒരുമിച്ച് നിൽക്കുമ്പോഴുള്ള സുഖം അറിയണമെങ്കിൽ നിവിൻ പോളി ഒരു സിനിമയിൽ പറയണ കേട്ടിട്ടില്ലേ? ബോധിവൃക്ഷത്തിന്റെ സ്വത്വത്തെ മനസ്സിലാക്കി ആൽമരം പിഴുതെടുത്ത വേരിൽ നിന്ന് താഴോട്ട് നോക്കണം, അല്ലാതെ ഇലയിൽ നിന്ന് വേരിലേക്ക് നോക്കരുത്.